പെരിന്തൽമണ്ണ വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് കൂടെ. അത് ലാഫെസ്റ്റ എക്സ്പോ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെരിന്തൽമണ്ണ IMA ഹാളിൽ നല്ലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സെൽമ ബാനു, അവരുടെ ഇൻഡോർ പ്ലാന്റുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണും ചെയ്യാൻ ഒരു വീഡിയോ എടുക്കാൻ കരുതി പോയതാണ്. അപ്പോൾ ആ പ്ലാന്റുകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇൻഡോർ പ്ലാന്റുകളാണ്, ഏതൊരു വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഏത് ഐറ്റങ്ങളും അവരുടെ കയ്യിലുണ്ട്. അഗ്ലോണിമ, കലാത്തിയ, ആന്തൂറിയം, പല വെറൈറ്റി ആന്തൂറിയങ്ങളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അഗ്ലോണിമയും കലാത്തിയും ഒക്കെ ഉണ്ട്, പലവിധ പ്ലാന്റുകളും. ഇന്ന പ്ലാന്റ് എന്നൊന്നുമില്ല, ഇൻഡോർ എല്ലാ പ്ലാന്റും അതേപോലെ തന്നെ പോട്ടും ഉണ്ട്. അപ്പോൾ ചെന്നൺ കയറുമ്പോൾ തന്നെ ഈ IMA ഹാളിൽ ചെന്നൺ കയറുമ്പോൾ തന്നെ അവരുടെ ഇൻഡോർ പ്ലാന്റുകളാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ചെന്ന ആദ്യത്തെ ഷോപ്പ് തന്നെ അവരുതാണ്. അതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു തൊട്ടടുത്ത ചെയറിലാണ് ഈ കാണുന്നത് കേട്ടോ. ഹോം മെയ്ഡാണ്, ഇതുവരെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ചവിട്ടിയുണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ കാണുന്നത് ഇതൊക്കെയാണ്: സോയാ സോസ്, തക്കാളി സോസ്, ചില്ലി സോസ്, അങ്ങനെ ഈ 3 സോസുകളും. അത് ഹോം മെയ്ഡാണ്, അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മോണ്ടിസോറി പഠിപ്പിക്കുന്നുണ്ട്. +2 കഴിഞ്ഞവർക്ക് ടീച്ചറാവാം, ആർക്കും പഠിക്കാമെന്നാണ് പറഞ്ഞത്. മോണ്ടിസോറി ക്ലാസ്സാണ് ഇത്, ഇവരുടെ തന്നെ സ്വന്തമായിട്ട് നടത്തുന്നതാണ്. ടീച്ചറായിട്ട് ജോലി ചെയ്യുക ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ഒരു ക്ലാസ്സും ഉണ്ട് അവിടെ കേട്ടോ. മോണ്ടിസോറിൻ്റെ സാധനങ്ങളാണിത്. അത് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പഠിക്കേണ്ടവർക്ക് അവർ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുക്കും. പിന്നെ ഇതാ ഫാൻസി ഐറ്റംസാണ്, വള, മാല, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. എക്സ്പോ പെരിന്തൽമണ്ണയാണ്, പട്ടാമ്പി റോഡിലാണ്. IMA ഹാൾ എന്ന് പറഞ്ഞ ഹാളിലാണിത് നടക്കുന്നത്. മൊത്തത്തിൽ എല്ലാ ഭാഗവും അവിടെ നിന്ന് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഭദ്ര കളക്ഷനാണത്, അവരുടെ ഫോൺ നമ്പറാണ് അവിടെ കൊടുത്തത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ. ഓർക്കിഡുകളൊന്നുമില്ല, മുന്താസ് ഓർക്കിഡൊന്നും അവിടെ വന്ന് വെച്ചിട്ടില്ല, ആരും ഇല്ല കേട്ടോ. ഈ ഇൻഡോർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അത് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത ടേബിളിൽ തന്നെ ഇതാണ് കേട്ടോ, വീട്ടിലൊക്കെ ചുമരുമ്മൽ തൂക്കാൻ പറ്റുന്ന പേര് എഴുതിയ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോസ്. പിന്നെ ഇത് മസാലപ്പൊടികൾ, മുഖത്തിടുന്ന ക്രീം, അങ്ങനത്തൊക്കെയാണ്. ഫേസ് പാക്കാണ്. പിന്നെ മസാലപ്പൊടികൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഹോം മെയ്ഡാണ് കേട്ടോ, വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന അതാണ്. എല്ലാതും കണ്ടോളൂ, എല്ലാതും ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഭയങ്കര ബഹളമായ കാരണം ഞാൻ സൗണ്ട് കുറച്ച് വെച്ചതാണ്. അവരുടെ കാർഡാണത് കേട്ടോ. അവരുടെ മൊബൈൽ നമ്പറാണത്. പിന്നെ ഇത് നോക്കി, കിനാദിയിൽ എന്നൊക്കെ പേര് എഴുതിയ കണ്ടില്ലേ ബോർഡ്. നമ്മളൊരു പുതിയ കുടിയിരിക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, അറബി ലിഖിതങ്ങൾ എഴുതി ഇങ്ങനെ ഗോൾഡൻ കളറിൽ ചുമരിൽ ഇങ്ങനെ പതിച്ച് വെച്ചാൽ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമുക്ക് ചുമരിൽ തൂക്കാൻ പറ്റിയ പല ഫ്രെയിമുകളും കേട്ടോ. ഈ ഫോൺ നമ്പറിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഏത് വേണമെങ്കിലും ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ ഓഫീസ് റൂമിലൊക്കെ അങ്ങോട്ട് തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിക്കാരം കേട്ടോ.
ഇതിൽ കൊടുത്ത നമ്പറാണ് അവരുത് കേട്ടോ. അപ്പോൾ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ മോഡൽ പറഞ്ഞു കൊടുത്താൽ അവർ ഫ്രെയിം ചെയ്ത് വെച്ച് തരും കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ടേബിളിൽ കുപ്പിമേൽ ഓരോ സാധനങ്ങൾ ഒട്ടിച്ചിട്ട് അത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കാം. ഇത് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്, ഇത് കുപ്പി സെയിലിനുള്ളതുമാണ് കേട്ടോ. പിന്നെ അവരെന്നെ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് സാമ്പിളിന് അവിടെ വെച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അതായത് സാമ്പിളിനുള്ളതാണ്. നമുക്ക് കൂട്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹോം മെയ്ഡ് പിന്നെ സോപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. സ്കിൻ പ്രോബ്ലങ്ങളോട് വിട പറയൂ, അതാണ് അവരുടെ ബോർഡ്. എന്നിട്ട് അവരുണ്ടാക്കുന്ന സോപ്പാണ്. ഇതാണ് അവരുടെ കാർഡ്, ഫോൺ നമ്പറും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ വേറെ ഒരു ടേബിളിൽ ഇതേപോലെ വീണ്ടും ഉണ്ടാക്കി വെച്ചതുണ്ട്. ഇവരും നമ്മൾ എന്ത് പറഞ്ഞാലും അതേപോലെ ഉണ്ടാക്കി നമുക്ക് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാൻ ആരെങ്കിലും പെരിന്തൽമണ്ണ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നും നാളെയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നും നാളെയും കൂടി ആയിട്ട്, ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞു, ഇനി നാളെയും കൂടി ഉണ്ട്. അപ്പോൾ നാളെ നിങ്ങളെല്ലാവരും ഒന്ന് പോയി ഒന്ന് കാണുക. കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. കാണാൻ ഫീസൊന്നും കൊടുക്കണ്ട, ക്യാഷൊന്നും കൊടുക്കണ്ട. നല്ല നല്ല സ്റ്റാളുകളുണ്ട്, ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വീട്ടിലേക്ക് വേണ്ട ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നാലകത്ത് ഫ്രൂട്ട്സ് ഉണ്ടല്ലേ, അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാലകത്ത് എഴുതാണെന്ന് തോന്നുന്നു ഒരു സ്റ്റോളുണ്ട്. അവിടെയൊക്കെ തിരക്കായിരുന്നു ഞാനിത് എടുക്കുമ്പോൾ. അപ്പം ഞാനൊന്ന് വെറുതെ ഒന്നും എടുത്ത് പോന്നതാണ്. അവരോട് കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല. ഒക്കെ സാധനങ്ങൾ വാങ്ങാൻ വന്നവരെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലാ ഫെസ്റ്റ എക്സ്പോ പെരിന്തൽമണ്ണ കൂടെ എന്നുള്ള വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. പിന്നെ നല്ലൊരു ജ്വല്ലറിൻ്റെ ഷോറൂം അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ പെരിന്തൽമണ്ണ മദേഴ്സ് ഗോൾഡ് ഉണ്ടല്ലോ, 1% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്ന ജ്വല്ലറിയാണ്. വലിയ ജ്വല്ലറിയാണ് കേട്ടോ. 1% പണിക്കൂലി തൊട്ടാണ് ഉള്ളത്. അപ്പോൾ അത്രയും ഒരു ഹോൾസെയിൽ വിലക്ക് അത് റീറ്റെയിലായിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത് അവർ. എത്ര ചെറിയ സാധനം എടുത്താലും പിന്നെ സ്വർണ്ണത്തിന് ഇപ്പോൾ നല്ല വിലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വർണം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ പണിക്കൂലിയിൽ ഒരു നല്ല കുറവ് തരുന്നുണ്ട്. ജ്വല്ലറിൻ്റെ പേര് മദേഴ്സ് ഗോൾഡാണ് കേട്ടോ, മദേഴ്സ് ജ്വല്ലറി. അപ്പോൾ എല്ലാ ആഭരണങ്ങളും മദേഴ്സ് ഗോൾഡത്തെ കുറച്ചൊക്കെ ആഭരണങ്ങൾ ഒരു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഞാൻ ആ ഷോറൂം സന്ദർശിച്ചിട്ടുണ്ട്, അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഇതാണ് അവരുടെ കാർഡ് കേട്ടോ, വിസിറ്റിംഗ് കാർഡ്. അവരുടെ നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ ജാംജൂമിന് തൊട്ടായിട്ടാണ് കേട്ടോ. അതിലുള്ള കുറച്ച് ആഭരണങ്ങൾ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്.
നല്ല ഭംഗിയുള്ള ആഭരണം അല്ലേ? ഇതൊക്കെ നല്ല ഭംഗിയുള്ള ആഭരണമാണ്. പിന്നെ അതുപോലെ അമിതവണ്ണം നിങ്ങളെ അലട്ടുന്നു പോകും, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അവരത് എന്താണെന്നൊന്നും പറഞ്ഞു തന്നില്ല. ഇതിങ്ങനെ എടുത്തു പോയാൽ മതി എന്ന് പറഞ്ഞു. ചോദിച്ചാൽ അവരുടെ സൗണ്ട് കേൾക്കുന്നതും അവരെ കാണുന്നതും ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കണം. പിന്നെ ഒന്നും പറഞ്ഞു തന്നില്ല. അതങ്ങനെ വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തതാണ്. അപ്പോൾ അവരുടെ നമ്പറൊന്നും അതിൽ കൊടുത്തിട്ടില്ല. പിന്നെ കുട്ടികളെ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഞാൻ ഒന്നിങ്ങനെ വെറുതെ കണ്ണോടിച്ച് പോയിട്ടുള്ളൂ. എന്തൊക്കെയാണെന്നൊന്നും അവരോട് ചോദിച്ചിട്ടില്ല. എല്ലാ സ്റ്റോളിലും നിറയെ തിരക്കാണ്. അപ്പോൾ അവരുടെ കച്ചവടം മുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് അവരോടൊന്നും പിന്നെ സംസാരിക്കാൻ പോയിട്ടില്ല. പിന്നെ ഇത് തുണീൻ്റെ ബാഗുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ബാഗാണ്, വലിയ ബാഗുമാണ്. വെയിറ്റ് ഉണ്ടാവില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനത്തെ ആണ് ഈ സ്റ്റോളിൽ മുഴുവൻ കേട്ടോ. അവരുടെ കാർഡാണത്, വിസിറ്റിംഗ് കാർഡ്. പിന്നെ നമ്മൾ 1 ഗ്രാം സ്വർണത്തിൻ്റെ പോലെയുള്ള ആഭരണങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ? ഒരുവിധ ആളുകളൊക്കെ ഇത് വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ജോലിക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ആഭരണമാണ്. സ്വർണ്ണമല്ല കേട്ടോ, സ്വർണ്ണമല്ലാന്ന് ഞാൻ സ്വർണ്ണമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാന്ന് പറഞ്ഞു അവർ. ഒരുപാട് ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് അവിടെ കേട്ടോ. ചെറിയ ചെയിനുകൾ, ബ്രസ്ലെറ്റ്, കമ്മൽ, മോതിരം, പാദസരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. ജോലിക്കാർക്ക് പറ്റിയതാണ്, ഫാൻസി ആഭരണം. വളയൊക്കെ കണ്ടില്ലേ? ഇപ്പം ആരും സ്വർണ്ണം ഇടണമില്ലല്ലോ. അപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയാണ്. ഇങ്ങനത്തെ ഒക്കെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ സ്വർണ്ണം ഈ കളർ തന്നെയാണ് വരുന്നത്. അവരെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറഞ്ഞു, അതാണത് കേട്ടോ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും അവർ ഓൺലൈനായിട്ട് അയച്ചു തരും. ഓൺലൈനാണ് അവരെ പരിപാടി. പിന്നെ ഇത് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്ലോത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളവിടെ ഉള്ള ഒന്നല്ല. പിഹാസോ എന്നാണ്. പിഹാസോ UAE ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ കൂടുതലൂർ തെത്താല ഷോപ്പുണ്ട്. ഫോൺ നമ്പർ ചോദിക്കാം. ഫോട്ടോ എടുക്കാം. ഏതാ കോൺടാക്ട് നമ്പർ ആണോ? കോൺടാക്ട് നമ്പർ 8921940377. ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ബെഹാസോ UAE. എങ്ങനെ? ബെഹാസോ UAE. പിന്നെ ഇങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ട്. കോട്ടൺ ചുരിദാറിന്റെ മെറ്റീരിയൽ തന്നെ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഡ്രസ്സൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ.
പിന്നെ അടുത്ത ഐറ്റം ഇതാണ്. പൊട്ടണ വളകളൊക്കെയാണെന്ന് തോന്നുന്നു. മുത്തിൻ്റെ ഇതൊക്കെയാണ് ചുരിദാർ. ഇതും തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ. പാകിസ്ഥാനി ചുരിദാറുകൾ കേട്ടോ. ഒറിജിനൽ പാകിസ്ഥാനി ഉണ്ട്, കുറച്ചൊക്കെ പാകിസ്ഥാനിയാണ്. കാര്യമായിട്ട് സ്റ്റോളുകളൊക്കെ ഡ്രസ്സിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ അതിന് മോഡലുകളാണ്. ഷോപ്പ് ഇത് നല്ല പ്ലെയിൻ വൈറ്റ് തുണിയാണ്, സാധാ ഒരു വൈറ്റ് തുണിയാണ്. അത് ഇങ്ങനെ കളർ ഡൈ ചെയ്തിട്ട് ഈ ഷോള് വരുന്നത് ഡബിൾ ഡൈ ആണ്. അതേപോലെ കയ്യിൽ നെക്കിലൊക്കെ നമ്മൾ മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടാണ് ഇതിങ്ങനെ. പിന്നെ ഷോളിലും മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടാണ്. ഈ മെറ്റീരിയൽ അല്ലേ? ഇങ്ങനത്തെ മെറ്റീരിയലാണ്. ഇത് പ്ലെയിൻ ആണ്. ആ പ്ലെയിൻ തുണി കൊടുത്തില്ല. നമ്മുടെ ഷോപ്പ് വരുന്നത് ബിസ്മിന്റെ ഓപ്പോസിറ്റ് ആണ്. ബിസ്മിന്റെ ഓപ്പോസിറ്റ് മാനാസ് ഡിസൈൻസ്. ഇതുണ്ടോ? പിന്നെ കാർഡുണ്ടോ? കാർഡ്. അപ്പം മെഹനാസ് എന്നാണ് പെരിന്തൽമണ്ണ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവരുടെ നമ്പറുമാണത്. ഇത് റെഡിമെയ്ഡ് ചുരിദാറുകളാ? ഇത് റെഡിമെയ്ഡ് അല്ല, സ്റ്റിച്ച് ചെയ്യാനുള്ളതാ? അത് റെഡിമെയ്ഡ്. പാൻറ്റുകളുണ്ട്, സാരീസ്. പാൻറ്റ് 5X 3X അങ്ങനെ വലിപ്പങ്ങൾ വരും കേട്ടോ. എല്ലാം തൊട്ടിട്ട് തുടങ്ങണം. ഇത് അതൊക്കെ മെറ്റീരിയൽ, ജാംദാനിയുടെ മെറ്റീരിയൽ, ടിഷ്യൂ ബനാറസ്, ഹാൻഡ് വർക്കുകളാണ്. കംപ്ലീറ്റ് ഹാൻഡ് വർക്കുകളാണ്. ഹാൻഡ് വർക്കില് കോട്ടനാ? അല്ല, സിൽക്കിലാണ്. കാണാം. ഇതൊക്കെ ചെയ്യുന്നതാ? ആണോ? ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കൂ? ഷോപ്പിൽ വരണോ? ഇതിന്റെ കൂട്ടത്തിൽ ഇതുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതാ? പെന്ന് സ്കൂളല്ലേ, ഇപ്പൊ സ്കൂൾ തുറക്കാനായാലും കൊടണ്ട്. ഈ പെന്നിന്റെ ബാക്കിലേ വിത്തുണ്ടാവും. എങ്ങനെ വിത്ത്? എന്തിന്റെ വിത്താ അത്? പപ്പായുടെ വിത്ത് ഇട്ടുകണു. വലിയ അടക്കാപ്പഴല്ലേ, അതിന്റെ വിത്തുണ്ട്. ഇതിന് 35. 4 എണ്ണം അല്ലേ? 4 35. ഇത് ഈച്ച പോവാനുള്ളതാണ്. ടേബിളിലൊക്കെ പൂസാനും ഈച്ച വരുമ്പോൾ സ്പ്രേ ചെയ്യുക.
കൊട ഇവിടെ 350. ഞാൻ തന്നെ ഉണ്ടാക്കണതാണ്. വീട്ടിലെ ഞാൻ വീട്ടിലുണ്ടാക്കണം. വീട്ടിലുണ്ടാക്കണതാ. കുട്ടികളായിട്ട് പോരണം. നിങ്ങൾക്ക് കഴിക്കാം. ചോക്ലേറ്റ് അല്ലേ? ഇത് അധികം മധുരമില്ലാത്ത ടൈപ്പ് ചോക്ലേറ്റ് ആണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കൊണ്ട് കാണണമെങ്കിൽ ആദ്യം കുട്ടികളായിട്ട് വരണം. അപ്പഴേ കുട്ടികളെ കാര്യമുള്ളൂ. അപ്പോൾ വാങ്ങും. ഇത് മാഷ്മെലോന്റെ ചോക്ലേറ്റ് ആണ്. ഇത് ചോക്ലേറ്റ് ട്രഫിള്, ഹോം മെയ്ഡ് ബ്രൗണി. ചോക്ലേറ്റ് ഇവിടെ അച്ചാറുകളൊക്കെയാണ് കേട്ടോ. വയനാടൻ തുറമാങ്ങ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. റംലാത്ത എന്ന് പറയും. അവരുടെ മകളാണത്, സയാന. അവരുടെ അച്ചാറുകളാണത് കേട്ടോ. അവർ റംലാത്ത ഉണ്ട് അവിടെ. അത് മോളാണ്. അവർ പിന്നെ അവിടെ പാചകത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാന്താരി മോരുണ്ട്, 25 രൂപ. അതുപോലെ തന്നെ പുഡിങ്ങുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ടല്ലോ ഇൻഡോർ പ്ലാന്റുകൾ. ആ ഇൻഡോർ പ്ലാന്റുകൾ നടത്തുന്ന അവർ പിന്നെ വീട്ടിലുള്ളവർ തന്നെയാണ് ചെയ്യുന്നതാണത് കേട്ടോ. കല്യാണങ്ങൾക്ക് വേണ്ട എല്ലാ പുഡിങ്ങുകളും, കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ ഒക്കെ, പിന്നെ വെഡ്ഡിങ് കേക്ക്, എന്തെല്ലാം വേണോ അതെല്ലാം. പുഡിങ് മാത്രമല്ല, കേക്കുകൾ, മുട്ടായികൾ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മാംഗോ മിൽക്ക്, അങ്ങനെ അവർ 2 പേരും കൂടിയാണ്, നാത്തൂനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളവരാണ് കേട്ടോ. ഇളയച്ചിയും നാത്തൂനും കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഓർഡർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കി തരും. എത്ര ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി തരും എന്നാണ് പറഞ്ഞത് കേട്ടോ. അവരുടെ കാർഡാണത്. 2 പേരുടെയും കാർഡുണ്ട്. നീ ചെയ്യുന്നത് എന്താ? കേക്ക്. ആ, ഓക്കെ. മറ്റത് ബാക്കിയുള്ളതല്ല ഐറ്റംസ് എല്ലാം ഉണ്ടാക്കും. 2 കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഓർഡർ തന്നാൽ 2 ഒന്നിച്ചാണ്. അപ്പോൾ ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക. പുഡിങ്, കേക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടോ. ആ ഒരു ഭാഗം ഞാൻ എടുത്താണ്. ഇത്രയും തിരക്കാണ് അവിടെ കേട്ടോ. ഇവിടെ വേറൊരു കൂട്ടർ അച്ചാറുണ്ട്. അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ചാറുണ്ട്. ഇത് കിസ്വയാണ്. കിസ്വ നാരങ്ങ അച്ചാർ, എല്ലാ അച്ചാറും ഉണ്ട്. അവരുടെ കമ്പനീൻ്റെ പേരാണ് കിസ്വ. ഇത് അതുപോലെ എന്താണ്, ഷുഗറിനൊക്കെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക്, അല്ലാതെ ഷുഗറിന് എന്നുള്ളതല്ല, നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് ഇത് ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. ചായയിലൊക്കെ ഷുഗറില്ലാത്ത
കഴിക്കാൻ പറ്റും, നല്ല മധുരമാണ്. എല്ലാത്തിനും ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. മധുരം ഒഴിവാക്കണ്ട, ഇത് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. പഞ്ചസാര ഒഴിവാക്കണ്ട എന്നുള്ളതാണ്. 07441714 പേര് ഇവിടെ നാലകത്തേറെ ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട് അവർ കേട്ടോ. ഇവിടെയാണ് പാചക മത്സരം നടക്കുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ പാചക മത്സരം നടത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ കണ്ട ആർക്കാ കിട്ടിയെന്ന് നിങ്ങൾക്കും കാണാം. ചിക്കനാ പുട്ടും പരിപാടിയാണ്. അപ്പോൾ ഇതെന്ത് കുട്ടാ? ബീട്രൂട്ടോ? ബീട്രൂട്ട് ക്യാരറ്റ് കറി. ഇതോ വെജിറ്റബിളാ? അത് വെജിറ്റബിൾ. ഇത് ഇടിച്ചക്ക കുറുമ, ഇത് മത്തനും സൺഫ്ലവറിൻ്റെ സീഡും കൂടെ. അതെ. രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്നത്തേത് കഴിഞ്ഞു, ഇനി നാളെയും കൂടി ഉണ്ട്. ഇന്നിവിടെ പുട്ട് മത്സരമാണ് നടത്തിയിട്ടുള്ളത്. ഇനി നാളെ മൈലാഞ്ചി മത്സരമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് നാളെ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പെരിന്തൽമണ്ണ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കണ്ടുപോയിക്കോളൂ കേട്ടോ. ലാ ഫെസ്റ്റ എക്സ്പോ. ചെറുപയർ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ പുട്ട്. എൻ്റെ ഫ്രണ്ട് റംലാത്താൻ്റെ പുട്ടാണത്. മുളംകുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ബട്ടർ പുട്ട്. ഇത്രയൊന്നും വേണ്ട, സീസൺ 2 ഭാഗമായി എത്തിയ എല്ലാ മത്സരാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് അരച്ചതാണോ? ഒക്കെ ഒക്കെ അരച്ചിട്ടാണോ? എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയ്ക്ക് പ്ലീസ്. എല്ലാവരും ഒരു നിമിഷം നിങ്ങൾ നോക്കൂ പ്ലീസ്. മത്സരത്തിൽ പങ്കെടുത്തവരും പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒരു നിമിഷം, എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് പ്ലീസ്. സ്വീകർത്താക്കൾക്ക് അറിയാത്തത് കൊണ്ട് നമ്പർ ആയിരിക്കും വിളിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആള് മാറിപ്പോകും. അതുകൊണ്ട് ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു 5 മിനിറ്റ് വേദിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ.
വിധികർത്താക്കളിൽ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഏഷ്യാനെറ്റ് സെലിബ്രിറ്റി ഷെഫ് ശ്രീമതി തസ്നീം അസീസ്. നല്ലൊരു കൈയടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മളുടെ ഈ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യൂ സ്പൈസസ് ആണ്. ക്യൂ സ്പൈസസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സരമാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ക്യൂ സ്പൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ഫാത്തിമയെ ഏറെ സ്നേഹത്തോടു കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി പ്ലീസ്. പെരിന്തൽമണ്ണയുടെ പാചക വിദഗ്ധ ശ്രീമതി സമീറയെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. പെരിന്തൽമണ്ണയിലെ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ ആക്ച്വലി കണ്ണൂരായിരുന്നു ഒരുപാട് വർഷമായിട്ട്. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുകയായിരുന്നു അവിടെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഡ്രൈ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കൂടയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളൊരു ഫീല് വന്ന ഒരു സമാധാനം ഉണ്ടായത്. ഇന്നത്തെ കോമ്പറ്റീഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മള് കുറച്ച് മുമ്പ് വരെ നോക്കാൻ, ഞാനൊരു 10-25 വർഷം മുമ്പ് തൊട്ട് കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ്, എറണാകുളം അങ്ങനെ ആ ഒരു ഭാഗങ്ങളിലെല്ലാം ഫസ്റ്റ് സെക്കൻഡ് 3 പേരും ഒരേപോലെ തന്നെയാണ് കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊരു എന്താ പറയാ സംശയം ഒന്നും വേണ്ട കേട്ടാ. അപ്പൊ എല്ലാവരുടെയും ഫുഡ് നല്ലതായിരുന്നു. എല്ലാവർക്കും പ്രൈസും ഉണ്ട്. എന്നാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറയണല്ലോ അല്ലെ? എന്തെങ്കിലും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? 23 broccoli food, third prize. Number 2 ആരാണ് 23 ആരാണ്? ഇങ്ങോട്ട് വരൂ. ബ്രോക്കോളി ഫുഡ് കാണാനും നല്ല മൊഞ്ചുണ്ടായിരുന്നു, നല്ല ഹെൽത്തി ആയിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. നമ്മുടെ കൂടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫുഡായിരുന്നു. ഓക്കെ, വരും. ഇങ്ങോട്ട് വരും. ചാനലിന്റെ പേരെന്താ? ചാനലിന്റെ പേരെന്താ? മലപ്പുറം ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രൈസ് ആർക്കായിരിക്കും അറിയോ? നിങ്ങളെല്ലാം കഴിച്ചു നോക്കിയതല്ലേ? ഞങ്ങൾക്ക് ഒരേ പോലെ മാർക്ക് വരണമെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും വരിക അല്ലെ? ഇപ്പൊ ഞാൻ നമ്പർ പറയാം, എനിക്ക് പേരറിയില്ല. നമ്പർ 10 10 ഇറച്ചിപ്പുട്ട്. ഇറച്ചിപ്പുട്ടായിരുന്നു, നല്ല പുട്ടായിരുന്നു, നല്ല കറിയും നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വിന്നർ ആരായിരിക്കും? വിന്നർ നമ്പർ 4 പർദാപുട്ട്. തലശ്ശേരി അല്ലേ? കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്നുള്ള അങ്ങനെ ആമസോണിൽ വാങ്ങി. അതെ, എനിക്ക് സന്തോഷമുണ്ട്. ഇതുവരെ ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് വാല്യൂ ചെയ്യായിരുന്നു. ഇപ്പൊ എന്റെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരും സന്തോഷമുണ്ട് കേട്ടോ. ഒറ്റയ്ക്കാണോ വന്നത്? ആണോ? ഇത്താത്തയുടെ? അതെ, ഇത്താത്ത മോൻ ആ ഫുഡിനെ കുറിച്ചൊന്ന് പർദാപുട്ടായിരുന്നു. അപ്പൊ അത് നമ്മളൊരു അതൊരു സീ ഫുഡ് മസാല ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യും. കുബൂസിന്റെ മാവ് പരത്തിയിട്ട്
എന്നിട്ട് പുട്ട് ഫസ്റ്റ് ഓരോ ലെയറായിട്ട് പുട്ടിടും, പിന്നെ അതിൻ്റെ മസാല, പിന്നെ പുട്ടിടും, പിന്നെ മസാല സീ ഫുഡാണ്, മിക്സ്ഡ് സീ ഫുഡാണ് മസാല ആക്കിയത്. അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്തു, എന്നിട്ട് അത് കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്തു, ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തു. അപ്പൊ തലശ്ശേരിന്ന് പുട്ട് ഉണ്ടാക്കിയിട്ടാ വന്നത്. എന്നിട്ടും അപ്പൊ നമുക്ക് ഇവിടെ അടുത്തുനിന്ന് വന്നവർ ചൂടാറിയാതെ ഞങ്ങൾ കുറെ സമയം എന്ന് പറയുന്നതിൽ ഒരു എക്സ്ക്യൂസ് ഇല്ല അല്ലേ ഇപ്പൊ. അപ്പൊ എന്തായാലും നല്ല ഫുഡായിരുന്നു.